അഞ്ജലി ദേവദാസ് ബയോ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള സെറ്റ് സുവോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ഡെസ്മോസോം ഇൻ സെൽ ഈസ്. ഡെസ്മോസോംസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സെൽ ജംഗ്ഷനിൽ വരുന്നതാണ്. സോ പ്രൈമറി ഫങ്ഷൻ ഓഫ് ഡെസ്മോസോമിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ആൻഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ബൈ ആങ്കറിങ് അഡ്ജസൻറ്റ് സെൽസ് ടുഗദർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെസ്മോസോംസിൻ്റെ ഫങ്ഷൻ എന്താണ്? ഡെസ്മോസോംസുകളാണ് സെല്ലുകൾ ടൈറ്റായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സ്കിൻ, ഹാർട്ട് പോലുള്ള ടിഷ്യൂസിന് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഈ പറയുന്ന ഡെസ്മോസോംസ് ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ ഓപ്ഷൻസ് നോക്കിക്കേ. ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് മോളിക്യൂൾ ബിറ്റ്വീൻ നൈബറിങ് സെൽസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനും മോളിക്യൂൾസിന് എക്സ്ചേഞ്ചിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അത് ഗ്യാപ്പ് ജംഗ്ഷൻസ് ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഗ്യാപ്പ് ജംഗ്ഷൻ ആണ്. പിന്നെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ന്യൂറോൺസ് ആണ്. പിന്നെന്താണ്? റെഗുലേറ്റ് ദ പാസേജ് ഓഫ് അയോൺസ് ആൻഡ് സ്മോൾ മോളിക്യൂൾസ് അക്രോസ് ദ സെൽ ആണ്. അപ്പോൾ പാസേജ് ഓഫ് അയോൺസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ മെംബ്രെയിൻ ചാനൽസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ ഇവിടുത്തെ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഡെസ്മോസോമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചറൽ സപ്പോർട്ടും മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഏതാണ് ഇതിലെ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചേക്കണം. ഇതിന്റെ ആൻസർ നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതെല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. എന്തൊക്കെയാണ്? അനോപ്ലോയിഡി എന്ന് പറയുന്നത് അത് ഉണ്ടാവാൻ കാരണം നോൺ ഡിസ്ജങ്ഷൻ ആണ്. പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ ഒക്കർ ഡ്യൂറിങ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. അപ്പോൾ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ്റെ സമയത്ത് നടക്കുന്നത് പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ ആണ്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ്റെ സമയത്താണ് എന്ത് നടക്കുന്നത്? സെക്കൻഡറി നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നത്. ആൻഡ് ഓട്ടോ പോളിപ്ലോയിഡി മോസ്റ്റ്ലി എക്സിബിറ്റ് എക്സാഗറേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓൾറെഡി പ്രിവെയിലിംഗ് എമോങ് ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, സോ ഇതൊക്കെ കറക്റ്റാണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഇതിൽ കറക്റ്റാണ്. സോ എന്താണ് ആദ്യം പറയുന്നത്? എന്താണ്? അനോപ്ലോയിഡിൻ്റെ കാരണം എന്ന് പറയുന്നത് നോൺ ഡിസ്ജങ്ഷൻ ആണ്. മിയോസിസ് 1ൻ്റെ സമയത്താണ് പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നത്. മിയോസിസ് 2ൻ്റെ സമയത്ത് സെക്കൻഡറി നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഓട്ടോ പോളിപ്ലോയിഡ് എന്ത് കാണിക്കുന്നുണ്ട്? ജൈജാൻറ്റിസം അല്ലെങ്കിൽ എസാഗ്രേറ്റഡ് ട്രേറ്റ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് നള്ളിസോമിക് കണ്ടീഷൻ? ഇതിലേതാണ് നള്ളിസോമിക് കണ്ടീഷൻ? നള്ളിസോമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോമോലോഗസ് ക്രോമസോമിൻ്റെ ഒരു പെയർ നഷ്ടപ്പെടുന്നതിനെയാണ് ഒരു പെയർ നഷ്ടപ്പെടുന്നതിനെയാണ് നള്ളിസോമി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് 2n-2. ബാക്കി 2n-1 എന്ന് പറഞ്ഞാൽ അത് മോണോസോമിയാണ്. 2n+1 എന്ന് പറയുന്നത് ട്രൈസോമി കണ്ടീഷനാണ്. 2n+2 എന്ന് പറയുന്നത് ടെട്രാസോമിയാണ്. 2n-2 എന്ന് പറയുന്നതാണ് നള്ളിസോമി. 2n-1 എന്ന് പറഞ്ഞാൽ മോണോസോമി. 2n+1 ആണെങ്കിൽ ട്രൈസോമി. 2n+2 ആണെങ്കിൽ ടെട്രാസോമി. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? നള്ളിസോമിക് കണ്ടീഷൻ കാണിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, 2n-2. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോ സാറ്റലൈറ്റ് ഓൾസോ നോൺ ആസ് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്, STRs എന്ന് മൈക്രോ സാറ്റലൈറ്റ്സിന് പറയാറുണ്ട്. സോ ദ മൈക്രോ സാറ്റലൈറ്റ് ഓൾസോ നോൺ ആസ് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് ആർ ഏതാണ്? ഓപ്ഷൻ എ, ഷോർട്ട് സീക്വൻസ് ഓഫ് DNA ദാറ്റ് ആർ റിപ്പീറ്റഡ് ഇൻ ടാൻഡം ആൻഡ് ആർ വാരി ഇൻ നമ്പർ ഓഫ് റിപ്പീറ്റ്സ് എമോങ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിലും ഈ ഒരു എന്താണ് ഈ പറയുന്ന ഇത് DNA ചെറിയ ചെറിയ ഷോർട്ട് സീക്വൻസ് ആണ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ ഇൻഡിവിജ്വലിലും ഡിഫറെൻ്റ് ആണ്. അതാണ് ഓരോരുത്തരെയും ഡിഫറെൻ്റ് ആക്കുന്നത്. ഓക്കെ, പിന്നെ റീജൻസ് ഓഫ്, മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയ റീജൻസ് ഓഫ് ജീനോം ദാറ്റ് കണ്ടെയ്ൻ പോളിമോർഫിക് സിംഗിൾ ന്യൂക്ലിയോടൈഡ് വേരിയേഷൻ. ഏതാണ്? സിംഗിൾ ന്യൂക്ലിയോടൈഡ് വേരിയേഷൻ എന്ന് പറയുന്നത് SNPs ആണ്, അതായത് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ഓക്കെ, അതുപോലെ തന്നെ ദ സീക്വൻസ് ഓഫ് DNA ദാറ്റ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലീനിയർ ക്രോമസോം. ഒരു ക്രോമസോമിന്റെ എൻഡിലുള്ളത് ഏതാണ്? അത് ടീലോമിയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിങ്ങനെ ഷോർട്ട് DNA ചെറിയ സീക്വൻസ് ആണ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ടാൻഡം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓരോ ഇൻഡിവിജ്വൽസിലും വേരി ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എൻഹാൻസസ് contrast of transparent specimen by exploiting differences in refractive index. ഓക്കെ, അപ്പം എന്താണ് ഒരു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്? എന്താണ് അവരാണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് എൻഹാൻസ് കോൺട്രാസ്റ്റ് ഓഫ് ട്രാൻസ്പെറൻറ്റ് സ്പെസിമെൻസ് യൂസിങ് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമുക്ക് ലൈവായിട്ടുള്ള അൺസ്റ്റെയിൻഡ് സെൽസിനെ നമുക്ക് എന്താണ് വ്യൂ ചെയ്യാനായിട്ടാണ്. അതിനാണ് നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. സോ എൻഹാൻസ് കോൺട്രാസ്റ്റ് ഓഫ് ട്രാൻസ്പെറൻറ്റ് സ്പെസിമെൻ ബൈ എക്സ്പ്ലോയിറ്റിംഗ് ഡിഫറൻസസ് ഇൻ ദ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അങ്ങനെയാണെങ്കിൽ എന്താണ് റിലീസ് ഓൺ സ്റ്റെയിനിങ് ടെക്നിക് ടു ഹൈലൈറ്റ് സ്പെസിഫിക് സ്ട്രക്ചർ വിത്തിൻ ദ സ്പെസിമെൻ.
സ്റ്റെയിനിങ് ടെക്നിക്സ് അതൊക്കെ ഏതായിരിക്കുള്ളൂ, അതേത് മൈക്രോസ്കോപ്പ് ആയിരിക്കുള്ളൂ, അത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പാണ്. അപ്പോൾ സ്റ്റെയിനിങ് ടെക്നിക്സ് ടു ഹൈലൈറ്റ് സ്പെസിഫിക് സ്ട്രക്ചർ, ഒരു സ്പെസിമെനിലുള്ള ഒരു ചില സ്പെസിഫിക് സ്ട്രക്ചേഴ്സിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റെയിനിങ് ടെക്നിക്സ് ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പാണ്. ഇനി യൂസ് ഫ്ലൂറസൻ എന്ന് പറയുമ്പോൾ തന്നെ ഉറപ്പിച്ചു ഫ്ലൂറസൻ മൈക്രോസ്കോപ്പാണ്. ഫ്ലൂറസൻ ലേബൽസ് ഉപയോഗിക്കുന്നത് ഫ്ലൂറസൻ മൈക്രോസ്കോപ്പാണ്. പ്രൊഡ്യൂസ് 3D ഇമേജ് ഓഫ് ദ സർഫസ്. 3D ഇമേജ് എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്? സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്, സെം. ഓക്കെ, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് 3D സർഫസ് ഇമേജസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? കോൺട്രാസ്റ്റ്. കണ്ടോ, കോൺട്രാസ്റ്റ് ഓഫ് ട്രാൻസ്പെറൻറ്റ് സ്പെസിമെൻ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോയിന്റ് മ്യൂട്ടേഷൻ? പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വൺ ന്യൂക്ലിയോടൈഡ് ഫോർ അനദർ. അതായത് ഒരു ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് ആണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ വൺ ന്യൂക്ലിയോടൈഡ് ആണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഡിലീഷൻ ഓഫ് ആൻ എൻറ്റയർ ക്രോമസോം. ഒരു എൻറ്റയർ ക്രോമസോം ഡിലീറ്റ് ചെയ്തു പോകുന്നതാണ് എന്ത്? അനോപ്ലോയിഡി എന്ന് പറയുന്നത്. അപ്പോൾ അനോപ്ലോയിഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വോൾ ക്രോമസോം ഡിലീറ്റ് ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്രോമസോമൽ സെഗ്മെന്റ്, അതാണ് ക്രോമസോമൽ മ്യൂട്ടേഷൻ. ഓക്കെ, ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്രോമസോമൽ സെഗ്മെന്റ് ആണ് ക്രോമസോമൽ മ്യൂട്ടേഷൻ. ഇൻവേർഷൻ ഓഫ് എ ക്രോമസോം സെഗ്മെന്റ് ഇങ്ങനെ ഇൻവേഴ്സ് ചെയ്ത് വരുന്നതാണ്, അതും ക്രോമസോമിന്റെ സ്ട്രക്ചറൽ മ്യൂട്ടേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ എന്താണ്? പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആകെ ഒരു ന്യൂക്ലിയോടൈഡ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA RAPD അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ വേരിയേഷൻ ഇൻ ദി. അപ്പോൾ റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ ദ വേരിയേഷൻ ഇൻ ദി ഏതാണ്? ഓപ്ഷൻ ബി. എന്താണ് ഓപ്ഷൻ ബി? സീക്വൻസ് ഓഫ് DNA ഫ്രാഗ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ PCR ആംപ്ലിഫിക്കേഷൻ യൂസിങ് റാൻഡം പ്രൈമേഴ്സ്. ഓക്കെ, അതായത് ഈ ഒരു RAPD എന്താ ചെയ്യുന്നത്? റാൻഡം പ്രൈമേഴ്സിനെ ഉപയോഗിക്കാറുണ്ട്. ഓരോ DNA റീജിയൻസിനെയൊക്കെ ആംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് അവർ റാൻഡം പ്രൈമേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. So random amplified polymorphic DNA analysis is based on the variation in the sequence of DNA fragment produced by PCR amplification using random primers. In അടുത്ത question, which of the following is a tool provided by NCBI for searching and retrieving information from various biological database? നമുക്കറിയാം സെർച്ച് എഞ്ചിൻ ആണ് എൻട്രീസ് എന്ന് പറയുന്നത്. അതൊരു എന്താണ്? സെർച്ച് എഞ്ചിൻ ആണ്. സോ എൻട്രീസ് എന്ന് പറയുന്നത് അതൊരു മെയിൻ സെർച്ച് ടൂളാണ്. നമുക്ക് എല്ലാ ഡാറ്റാബേസസും, അതായത് പ്രോട്ടീൻ ഡാറ്റാബേസ്, പബ്മെഡ്, ജീൻ ബാങ്ക് പോലുള്ള എല്ലാ ഡാറ്റാബേസിൽ നിന്നും ഇൻഫോർമേഷൻ റിട്രീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെർച്ച് ടൂളാണ് എന്തെന്ന് പറയുന്നത്? എൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ PDB എന്താണ്? PDB എന്ന് പറയുന്നത് പ്രോട്ടീൻ സ്ട്രക്ചർ ഡാറ്റാബേസ് ആണ്. അതൊരു NCBI ടൂൾ അല്ല, അതൊരു ഡാറ്റാബേസ് ആണ്, പ്രോട്ടീൻ സ്ട്രക്ചർ ഡാറ്റാബേസ് ആണ്. സ്പ്രോട്ട് എന്ന് പറയുന്നത് പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് ആണ്. ജീൻ ബാങ്ക് എന്ന് പറയുന്നത് ഒരു DNA സീക്വൻസിന്റെ ഡാറ്റാബേസ് ആണ്. അതൊന്നും ഒരു ടൂളല്ല, സെർച്ച് ടൂളായിട്ട് ഉപയോഗിക്കുന്നത് എൻട്രീസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഏതാണ്? ഏണസ്റ്റ് ഹെയ്ക്കൽ എന്ന് പറയുമ്പോൾ ഏതാണ്? ഏണസ്റ്റ് ഹെയ്ക്കലിൻ്റെ ആണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കരോളസ് ലിനേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതായത് കരോളസ് ലിനേഴ്സ് ആണ് പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞാൽ 2 കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. റോബർട്ട് വിറ്റാക്കറിന്റെ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമ്മളുടെ എന്താണ്? മൊണേറ, പ്രോട്ടിസ്റ്റ, ഫംഗെ, പ്ലാന്റേ, അനിമേലിയ എന്നുള്ള ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ റോബർട്ട് വിറ്റാക്കറിന്റെ ആണ്. ഹെർബർട്ട് എഫ് കോപ്ലാൻഡിന്റെ ആണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ഏണസ്റ്റ് ഹെയ്ക്കലിന്റെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കരോളസ് ലിനേഴ്സിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, റോബർട്ട് വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഹെർബർട്ട് എഫ് കോപ്ലാൻഡിന്റെ ആണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാഡിസ്റ്റിക് ഈസ് ആൻ അപ്രോച്ച് ടു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇൻ വിച്ച് ഓർഗാനിസം ആർ കാറ്റഗറൈസ്ഡ് ഇൻ ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ. ക്ലാഡിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്? അവിടെ ഓപ്ഷൻ ബി മോസ്റ്റ് റീസൺ കോമൺ ആൻസ്ട്രി. ഓക്കെ, മോസ്റ്റ് റീസൺ കോമൺ ആൻസ്ട്രീനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. സോ ക്ലാഡിസ്റ്റിക് ഗ്രൂപ്പ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ഷെയർഡ് ആൻസ്ട്രി ആൻഡ് ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഷെയർഡ് ആൻസ്ട്രീം ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാഡിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്? ഗ്രൂപ്പ് ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ക്ലാഡിസ്റ്റിക്സ് ഗ്രൂപ്പ്സ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ഷെയർഡ് ആൻസ്ട്രി ആൻഡ് ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ സയന്റിഫിക് നെയിമിംഗ് ഷുഡ് അവോയ്ഡ് ഏതാണ്? ഹോമോണിമി. ഓക്കെ, ഹോമോണിമി എന്താണ്? ഹോമോണിമി എന്ന് പറഞ്ഞാൽ സെയിം നെയിം ഫോർ ടു ഡിഫറെന്റ് ടാക്സ. രണ്ട് ഡിഫറെന്റ് ടാക്സ ആയാലും സെയിം നെയിം കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യണം. അപ്പൊ ICZN പറയുന്നുണ്ട് സയന്റിഫിക് നെയിമിംഗിൽ ഹോമോണിമി, അതായത് രണ്ട് ഡിഫറെന്റ് ടാക്സ ആയാലും ഒരേ പേര് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്, അത് ഹോമോണിമി അവോയ്ഡ് ചെയ്യണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് പ്രയോറിറ്റി ഫോളോ ചെയ്യണം. പിന്നെ എന്താണ്? പ്രിസർവേഷൻ ഓഫ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് നെയിം, അതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിനടുത്ത് ഫീച്ചേഴ്സ് പ്രസന്റ്, ഐഡന്റിഫൈ ദ ഫീച്ചർ പ്രസന്റ് ഇൻ സം പ്രോക്യാരിയോട്സ് ബട്ട് ആബ്സെന്റ് ഇൻ യൂക്യാരിയോട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോക്യാരിയോട്സിൽ പ്രസന്റ് ആയിരിക്കണം, എന്നാൽ യൂക്യാരിയോട്സിൽ ആബ്സെന്റ് ആയിരിക്കണം. ഏതാണ്? പെപ്റ്റിഡോഗ്ലൈക്കൺ സെൽ വാൾ. ഓക്കെ, അപ്പോൾ ആകെ ബാക്ടീരിയക്ക് മാത്രമേ ഈ പെപ്റ്റിഡോഗ്ലൈക്കൺ ഉള്ളൂ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, പെപ്റ്റിഡോഗ്ലൈക്കൺ സെൽ വാൾ. ഓക്കെ, ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് രണ്ടിലുള്ളതാണ്. പിന്നെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് നമ്മുടെ യൂക്യാരിയോട്സിൽ മാത്രമേ ഉള്ളൂ. സെൻട്രിയോൾസ് എന്ന് പറയുന്നതും അനിമൽ സെൽസിൽ, അതായത് യൂക്യാരിയോട്സിൽ മാത്രം ഉള്ളതാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് പ്രോക്യാരിയോട്സിൽ മാത്രമുള്ളതാണ്. പ്രോക്യാരിയോട്സിൽ മാത്രമുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൺ സെൽ വാളാണ്. അടുത്തത് ബൈറേഡിയൽ സിമട്രി ഈസ് എക്സിബിറ്റഡ് ബൈ. ബൈറേഡിയൽ സിമട്രി എന്ന് പറയുന്നത് ആർക്കാണുള്ളത്? ടീനോഫോറയ്ക്കാണ്. സോ ടീനോഫോഴ്സ് ആണ് ബൈറേഡിയൽ സിമട്രി കാണിക്കുന്നത്. കാരണം ഡ്യൂ ടു പ്ലേസ്മെന്റ് ഓഫ് കോംപ്ലേറ്റ്സ് ആൻഡ് ടെൻഡക്കിൾസ്, അവർക്ക് കോംപ്ലേറ്റ്സും ടെൻഡക്കിൾസും ഉള്ളത് കൊണ്ട് അവർ ബൈറേഡിയൽ സിമട്രിയാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ ക്രസ്റ്റേഷ്യ ഏതാണ്? ക്രസ്റ്റേഷ്യ എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമട്രി ആണ്. പിന്നെ സീറ്റേസിയ എന്ന് പറയുന്നതും സെഫലോപോഡ, അതൊക്കെ എന്താണ്? ബൈലാറ്ററൽ സിമട്രി ആണ്. ബൈ റേഡിയൽ സിമട്രി കാണിക്കുന്നത് ആരാണ്? ടീനോഫോറ മാത്രമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് കമ്മിങ് അണ്ടർ സബ് കിങ്ഡം പാരാസോവ. പാരാസോവയിൽ വരുന്ന ഇത് ഏതാണ്? ഏത് ഗ്രൂപ്പാണ്? പാരാസോവ. ഓപ്ഷൻ സി, പ്ലാക്കോസോവ. ഓക്കെ, അപ്പൊ പാരാസോവ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ ടിഷ്യൂസ് ഇല്ലാത്ത സിമ്പിൾ അനിമൽസിനെയാണ് പാരാസോവ എന്ന് പറയുന്നത്. അതായത് പോറിഫറ പ്ലസ് പ്ലാക്കോസോവയാണ് ഏത്? പാരാസോവ. ഓക്കെ, സോ പ്ലാക്കോസോവയാണ്. അങ്ങനെ ടീനോഫോറ എന്ന് പറയുമ്പോൾ അതിലേതാ വരാ? ടീനോഫോറയ്ക്ക് എന്താ വരാ? ടീനോഫോറ എന്ന് പറയുമ്പോൾ യു മെറ്റാസോവയിൽ വരും. റോട്ടിഫറ യു മെറ്റാസോവയിൽ വരും. ഓക്കെ, ഓക്കെ, സോ എന്താണ്? സബ് കിങ്ഡം പാരാസോവയിൽ വരുന്നതാണ് പ്ലാക്കോസോവ. അടുത്തത് ഇൻ പ്ലാറ്റ്ഫോം ലൈക്ക് പ്ലനേറിയ എക്സ്ക്രീഷൻ ഈസ് പെർഫോംഡ് ബൈ. പ്ലനേറിയ എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ, അപ്പോൾ അവരുടെയൊക്കെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, ഫ്ലെയിം സെൽസ് അല്ലേ. ഓക്കെ, അപ്പോൾ എക്സ്ക്രീഷൻ പെർഫോം ചെയ്യുന്നത് ആരാണ്? ഫ്ലെയിം സെൽസ് ആണ്. അപ്പോൾ പ്ലനേറിയ എന്ന് പറയുമ്പോൾ പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്നതാണ്. അവർക്ക് ഒരു പ്രോട്ടോനെഫ്രീഡിയൽ സിസ്റ്റം ഉണ്ട്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഫ്ലെയിം സെൽസ്. അപ്പോൾ ഈ ഫ്ലെയിം സെൽസ് ഉപയോഗിച്ചിട്ടാണ് മെറ്റാബോളിക് വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെമ്മീനിലൊക്കെ പഠിച്ചിട്ടില്ലേ? പ്രോൺസ്, ക്രസ്റ്റേഷ്യൻസിലൊക്കെ ഉള്ളത് ഗ്രീൻ ഗ്ലാൻഡ് ആണ്. നഫ്രീഡിയ എന്ന് പറയുമ്പോൾ അനിലിഡ്സ്. ഓക്കെ, നഫ്രീഡിയ അനിലിഡ്സിലുള്ളതാണ്. കോൺട്രാക്ടൽ വാക്യൂൾ എന്ന് പറയുമ്പോൾ ആരുടെ പ്രത്യേകതയാണ്? പ്രോട്ടോസോവയിലുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ പ്ലനറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഫ്ലെയിം സെൽസ് വഴിയാണ്. ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റാഡുല ഈസ് എ ഹോണി റിബൺ ലൈക്ക് സ്ട്രക്ചർ യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് ഓർ കട്ടിംഗ് ഫുഡ് ഫൗണ്ട് ഇൻ മൗത്ത്സ് ഓഫ് ഓൾ മൊളുസ്ക് എക്സെപ്റ്റ്. അപ്പോൾ റാഡുല നമ്മൾ കേട്ടിട്ടുണ്ട്, റാസ്പിംഗ് ഓർഗൻ റാഡുല. ഈ ഒരു റാഡുല ഉപയോഗിച്ചിട്ടാണ് ഫുഡൊക്കെ കട്ട് ചെയ്ത് സ്ക്രാപ്പ് ചെയ്തൊക്കെ എടുക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം മൊളുസ്കിലുണ്ട്. ഇല്ലാത്തത് ഏതൊക്കെയാണ്? നമ്മളുടെ ബയോവാൽവ്സിലാണ്. കാരണം ബയോവാൽവ്സ് എന്ന് പറയുമ്പോൾ അതിൽ റാഡുലി ഇല്ല. ഓക്കെ, അതായത് മഷിൽസ്, ക്ലാംസ് അങ്ങനെയുള്ള ബയോവാൽവ്സിലൊന്നും റാഡുലി ഇല്ല. ബാക്കിയുള്ള ഗ്യാസ്ട്രോപോഡ്സ്, സ്കാഫോപോഡ്സ്, ഇവർക്കൊക്കെ എന്താണ്? സെഫലോപോഡ്സ്, ഇവർക്കൊക്കെ റാഡുലയുണ്ട്. നമ്മളുടെ ബയോവാൽവ്സിന് മാത്രം റാഡുലയില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പെഡിസിലറെ എന്ന് പറഞ്ഞാൽ എന്താണ്? പെഡിസിലറെ ആർ ഓപ്ഷൻ സി, പിൻസർ ലൈക്ക് സ്ട്രക്ചർ ഓഫ് എക്കിനോഡേംസ് യൂസ്ഡ് ഇൻ ഡിഫൻസ് ആൻഡ് ഇൻ റിമൂവൽ ഓഫ് അൺവാണ്ടഡ് പാർട്ടിക്കിൾ ഫ്രം ദ ബോഡി. അപ്പോൾ നമ്മുടെ എക്കിനോഡേംസിലുള്ള ഒരു പിൻസർ ലൈക്ക് സ്ട്രക്ചറാണ് പെഡിസിലറെ എന്ന് പറയുന്നത്. അത് ഡിഫൻസിനും ബോഡിയിൽ നിന്നുള്ള അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിൽ എന്തൊക്കെയാണ്? സ്മോൾ ആക്റ്റീവ് ട്യൂബുലർ എക്കിനോഡേംസിൽ ലോക്കോമോഷൻ ഉപയോഗിക്കുന്ന ഒരു സ്മോൾ ആക്റ്റീവ് ട്യൂബുലർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ട്യൂബ് ഫീറ്റ് ആണ്. അടുത്തത് ഫ്ലഷി പാഡിൽ ലൈക്ക് സെഗ്മെന്റഡ് അപ്പൻഡേജസ് ഓഫ് പോളിക്യൂറ്റ് വേംസ്. അതേതാണ്? പോളിക്യൂറ്റ്സ് എന്ന് പറയുമ്പോൾ അവർക്കുള്ളത് പാരപ്പോഡിയാണ്. ഓക്കെ, അഡിസീവ് സൈറ്റോപ്ലാസ്മിക് ഓർഗൻ ഓഫ് സീലിയേറ്റ് പ്രോട്ടോസോൺ. ഓക്കെ, അഡിസീവ് ഓർഗനൽസ് എന്ന് പറയുമ്പോൾ സീലിയേറ്റ്സിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അഡിസീവ് ഓർഗനൽസ്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചാൽ പെഡിസിലറയുടെ കേസാണ്. പെഡിസിലറ എന്ന് പറയുന്നത് എക്കിനോഡേംസിലുള്ളതാണ്. നമ്മളുടെ എക്കിനോഡേംസിലുള്ള ട്യൂബ് ഫീറ്റ് ആണ് ലൊക്കോമോഷൻ ഉപയോഗിക്കുന്നത്. പോളിക്യൂട്ട്സിൽ പാരപ്പോഡിയാണ് ഉപയോഗിക്കുന്നത്. സീലിയേറ്റ്സിൽ അഡിസീവ് ഓർഗനൽസ് ആണ് ഉപയോഗിക്കുന്നത്.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ സർവൈവൽ സ്റ്റാറ്റസ് ഓഫ് ദ സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള ബുസറോ ബൈകോർണേസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ യെല്ലോ കളർ കോഡ് ഇൻ റെഡ് ഡാറ്റ ബുക്ക് വിച്ച് മീൻസ് ദ സ്പീഷീസ് ഈസ്. യെല്ലോ കളർ എന്ന് പറയുമ്പോൾ എന്താണ്? യെല്ലോ കളർ എന്ന് പറയുമ്പോൾ നിയർ ത്രെറ്റൻഡ് ആണ് കാണിക്കുന്നത്. ഓക്കെ, യെല്ലോ കളർ എന്ന് പറയുമ്പോൾ എന്താണ്? നിയർ ത്രെറ്റൻഡ് ആണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ എൻഡേഞ്ചേർഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹൈ റിസ്ക് ആണ്. വൾണറബിൾ എന്ന് പറയുമ്പോൾ മോഡറേറ്റ് റിസ്ക് ആണ്. ലീസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ളതാണ്, അത് ഓർത്ത് വയ്ക്കുക. ഇതിനടുത്ത് എന്താണ്? ദ ഫോളോയിങ് ആർ ദ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ആർത്രോപോഡ്സ്. ഓരോ ആർത്രോപോഡ്സിലുള്ള ഡിഫറെന്റ് റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഉണ്ട് എക്സെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, ടിനീഡിയ. കാരണം ടിനീഡിയ എന്ന് പറയുന്നത് മൊലുസ്കിലുള്ളതാണ്. മൊലുസ്കൻ ഗില്ലാണ് ടിനീഡിയ. ബാക്കി ഗിൽസ്, ട്രക്കിയെ, ബുക്ക് ലങ്സ് ഒക്കെ ആർത്രോപോഡ്സിൽ വരുന്നതാണ്. ഗിൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ പ്രോൺസിന്റെ കേസിൽ വരുന്നുണ്ട്. പിന്നെ എന്താണ്? ട്രക്കിയ ഇൻസെക്ട്സിന്റെ കേസ്, അത് ആർത്രോപോഡാണ്. ബുക്ക് ലങ്സ്, സ്പൈഡേഴ്സിന്റെ കേസിലൊക്കെ വരുന്നുണ്ട്. ടിനീഡിയ എന്ന് പറയുന്നത് മൊലുസ്കൻ ഗില്ലാണ്. ഓക്കെ, അത് ആർത്രോപോഡിൽ വരുന്നില്ല. ഇതിനടുത്ത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കോർഡേറ്റ് ബട്ട് നോട്ട് എ വെർട്ടിബ്രേറ്റ്. കോർഡേറ്റ് ആണ്, പക്ഷെ അത് വെർട്ടിബ്രേറ്റ് അല്ല. ഏതാണ്? അസീഡിയ. കാരണം അസീഡിയ എന്ന് പറയുന്ന ഒരു യൂറോകോർഡേറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ കോർഡേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ യൂറോകോഡേറ്റ, സെഫലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ് ഉണ്ട്. അതിൽ അസീഡിയ എന്ന് പറയുന്നത് വെർട്ടിബ്രേറ്റ് അല്ല, യൂറോകോഡേറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെട്രോമൈസൺ ഏതാണ്? പെട്രോമൈസൺ എന്ന് പറയുന്നത് വെർട്ടിബ്രേറ്റ് ആണ്. സീ ഹോഴ്സും ഒരു വെർട്ടിബ്രേറ്റ് ആണ്. സ്റ്റാർഫിഷ് എന്ന് പറയുമ്പോൾ എക്കിനോഡേംസിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ അസീഡിയ ആണ്. അസീഡിയ എന്ന് പറയുന്നത് കോർഡേറ്റ് ആണ്, മീൻസ് അതൊരു യൂറോകോഡേറ്റ് ആണ്, പക്ഷെ അത് വെർട്ടിബ്രേറ്റ് അല്ല. ഇതിനടുത്ത് ഫ്ലൈറ്റ്ലെസ് ബേർഡ് സച്ചസ് ഓസ്ട്രിച്ച് ബിലോങ്സ് ടു ദി ഓർഡർ. ഓസ്ട്രിച്ച് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയോ അല്ലേ? ശ്രുതിയോണിഫോംസ്, അതിലാണ് എന്ത് നമ്മളുടെ ഓസ്ട്രിച്ച് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പാസറിഫോംസ് എന്ന് പറയുമ്പോൾ അതിൽ പെർച്ചിങ് ബേർഡ്സ് ആണ് വരുന്നത്. പാസറിഫോംസിൽ പെർച്ചിങ് ബേർഡ്സ്. ഗാലിഫോംസ് എന്ന് പറയുമ്പോൾ ഫൗൾസ് ഒക്കെയാണ് വരുന്നത്. ഫൗൾസ്. ഫാൽക്കോണിഫോംസ് എന്ന് പറയുമ്പോൾ ബേർഡ്സ് ഓഫ് പ്രേ. ഓക്കെ, സോ നമുക്കിവിടെ ജസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ശ്രുതിയോ എന്ന് പറയുമ്പോൾ ഓസ്ട്രിച്ച് ആണ്. അത് ഫ്ലൈറ്റ്ലെസ് ബേർഡ്, ശ്രുതിയോ, ഓസ്ട്രിച്ച്. ഇതിനടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഏതൊക്കെയാണ്? കോക്കനട്ടിലുള്ളത് ഏതാണ്? റിംഗോഫോറസ് ഫെറൂജീനിയസ്. റെഡ് പാം വീവിൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അത് കോക്കനട്ടിനെ ഇൻഫെക്ട് ചെയ്യുന്ന പെസ്റ്റാണ്, റിംഗോഫോറസ് ഫെറൂജീനിയസ്. ഷുഗർ കെയിനിലുള്ളതാണ് പൈറില പെർപൂസില. ഓക്കെ, ഇപ്പൊ പൈറില പെർപൂസില എന്ന് പറയുമ്പോൾ ഷുഗർ കെയിൻ ആണ്. റബ്ബറിലാണ് സൈസേഷ്യ നൈഗ്ര. റൈസിലാണ് റൈസ വാരിക്കോർണീസ്. ഓക്കെ, അത് റൈസ് ബഗ് ആണ്. അപ്പൊ ലെപ്റ്റോകോറൈസ എന്ന് പറയുമ്പോൾ തന്നെ റൈസ് ആയിട്ട് റിലേറ്റ് ചെയ്താണ് ഓർക്കാൻ പറ്റും. അപ്പൊ ലെപ്റ്റോകോറൈസ വാരിക്കോർണീസ് എന്ന് പറയുന്നത് റൈസിലുള്ള റൈസ് ബഗ് ആണ്. റബ്ബറിലാണ് ഇത് സൈസേഷ്യ നൈഗ്ര. ഷുഗർ കെയിൻ പൈറില്ല പെർപൂസില. കോക്കനട്ടിൽ റിംഗോഫോറസ് ഫെറൂജീനിയസ്. ഓക്കെ, ഇതിനടുത്തത് ദ സയന്റിഫിക് നെയിം ഓഫ് എ ഓർണമെന്റൽ ഫിഷ് നോൺ ആസ് മിസ് കേരള. ഏതാണ്? പുണ്ടിയസ് ഡെനിസോണി. ഓക്കെ, മിസ് കേരള ഡെനിസൺ ബാർബ്. ഓക്കെ, അതിന്റെ സയന്റിഫിക് നെയിം ആണ് പുണ്ടിയസ് ഡെനിസോണി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ enzyme glycerol phosphate acetyltransferase that catalyzes the first step in biosynthesis of plasmalogens is present inside. The enzyme for plasmalogen biosynthesis is in. അപ്പോൾ ഈ ഒരു പ്ലാസ്മോളോജൻ ബയോസിന്തസിസിന് ആവശ്യമുള്ള എൻസൈംസ് എവിടെയാണുള്ളത്? ആ ഒരു എൻസൈം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പെറോസിസോംസിനുള്ളിലാണ്. ഓക്കെ, പെറോസിസോം. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ദാറ്റ് സജസ്റ്റ് വെരി ഷോർട്ട് റാപ്പിഡ് പീരീഡ് ഓഫ് ചേഞ്ച് ഫോളോഡ് ബൈ ലോങ് പീരീഡ് ഓഫ് സ്റ്റെബിലിറ്റി. റാപ്പിഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഉറപ്പിച്ച് പറയാം പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, അപ്പോൾ പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം ഓപ്ഷൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈലറ്റിക് ഗ്രാജുവലിസം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഫൈലറ്റിക് ഗ്രാജുവലിസം അതൊരു സ്ലോ ആയിട്ടുള്ള കണ്ടിന്യൂസ് ചേഞ്ചിനെയാണ് ഫൈലറ്റിക് ഗ്രാജുവലിസം എന്ന് പറയുന്നത്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് റാൻഡം ചേഞ്ചസ് ആണ്.
പ്ലീസ്മോസ്മോർഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആൻസ്ട്രൽ ക്യാരക്ടറാണ്, അല്ലാതെ അതൊരു എവല്യൂഷണറി പ്രോസസ്സ് ഒന്നുമല്ല പ്ലീസ്മോമോർഫി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നാണ് പഞ്ച്വേറ്റഡ് ഇക്ലിബ്രിയം, അതായത് റാപ്പിഡ് പീരീഡ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ പഞ്ച്വേറ്റഡ് ഇക്ലിബ്രിയം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗാലപ്പഗോസ് ഫിഞ്ചസ് വിച്ച് ഇവോൾവ്ഡ് into different species with a distinct beak shape to exploit different food sources are an example of. ഏതാണ് നമ്മളുടെ ഫിഞ്ചസ്? ഡാർവിൻ്റെ ഗാലപ്പഗോസ് ഫിഞ്ചസ് എന്നൊക്കെ പറയുമ്പോൾ എന്തിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു? അഡാപ്റ്റീവ് റേഡിയേഷൻ. കാരണം അവരെല്ലാവരും ഒരു മെയിൻലാൻഡിൽ ഉണ്ടായിട്ട് ഫുഡ് സോഴ്സിന് വേണ്ടി പല ഭാഗത്തേക്ക് അവർ ഡൈവേർജ് ചെയ്ത് പോയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരുടെ ബീക്സിൻ്റെ ഷേപ്പൊക്കെ ഡിഫറെൻ്റ് ആയത്. സോ അത് അഡാപ്റ്റീവ് റേഡിയേഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.